അബ്ദുറഹ്മാൻ ഭായ്, ഇന്നെന്താണ് കപ്പല്ലേ? എന്താ ഇന്നെന്താണ് വിൽപ്പന? ശർക്കര കേങ്ങ്. അപ്പൊ മറ്റേ കപ്പല്ല പൂള? ശർക്കര കേങ്ങ് വലിയ വൈദ്യനാണ്. പത്തിരി ഇട്ട് കൊടുത്താലേ വയറ്റിന്റെ അസുഖങ്ങളൊക്കെ മാറും. ഒരു മരുന്നായിട്ടാണ് ഉപയോഗിക്കുന്നത്. എന്തായാലും നിങ്ങൾ പറഞ്ഞത് ഉടായ്പല്ലാന്ന് എനിക്കറിയാം. കാരണം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് ഒരു വീഡിയോ, ഒരു ഡോക്ടർ സോഷ്യൽ മീഡിയയിൽ സജീവമായിട്ട് ഉള്ള ഡോക്ടറാണ് പലരെ പോലെ. അപ്പൊ ശർക്കര കേങ്ങിനെ പറ്റിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷുഗർ ഇല്ലാത്തവര്, മനസ്സിലായ അസുഖങ്ങള് ഇല്ലാത്ത ആളുകള്, മധുരം അധികം കഴിക്കണ്ട എന്നുള്ള ആളുകളൊക്കെ അവരെ ഒഴിവാക്കിയിട്ട് മറ്റുള്ളവർക്ക് എത്ര കിട്ടുന്ന ശർക്കര കേങ്ങ് അത്രയും തട്ട. മനസ്സിലായ? കിലോ എന്താ വില? കിലോ 50. ഇപ്പൊ എന്താണ് നിങ്ങൾ കൊണ്ടു നടന്നതല്ലേ സെയിൽ ചെയ്യണത്? ഇപ്പൊ എന്താ ഇവിടെ ഗൾഫിലേക്ക് ഒരു 6 കിലോ കേങ്ങ് വേണമെന്ന ഒരാള്. അപ്പൊ അത് കൊണ്ട് ഞങ്ങോട്ട് വരാന്ന് പറഞ്ഞു. അപ്പൊ അതിന് കാത്തിക്കാണ്. ഞാനിപ്പോ ഔറാമ്പള്ളി ഭാഗത്തേക്ക് പോവുകയാണ്. അങ്ങനെയാണ് ഈ ശർക്കര കേങ്ങ് എത്ര കിട്ടുന്നത് അത്ര കണ്ട് കഴിക്കാൻ നല്ല സാധനമാണ്. വയർത്തോതരക്കും ഒക്കെ നല്ല സാധനമാണ്. പൊന്നാനി നിവാസികളെ, നമ്മൾ അബ്ദുറഹ്മാൻ ഭായിന്റെ ജീവിതം എന്ന് വെച്ചാല് മറ്റുള്ള സമയങ്ങളിലൊക്കെ ഈ അവിടെ ഇവിടെയൊക്കെ എടുക്കുന്ന പെട്ടികളൊക്കെ പറക്കും അല്ലേ? അല്ലേ? അത് അത്ര ഇതല്ല. പക്ഷെ ഈ കപ്പ കച്ചവടമാണ് മെയിനായിട്ട്. പൊന്നാനി ജംഗ്ഷനിൽ CV ജംഗ്ഷൻ, പിന്നെ കലീജുമാലിനൊക്കെ അവിടെ ആയിട്ട് അദ്ദേഹത്തെ കാണാം. അപ്പൊ അദ്ദേഹത്തെ ഒരു സഹായിക്കുന്ന രൂപത്തിലാവും. വണ്ടി പതുക്കെ ഒന്ന് ചവിട്ടെ 1 കിലോ കപ്പ വാങ്ങാം, അത്രേ ഉള്ളൂ അല്ലേ? ഓക്കെ ഓക്കെ. അപ്പൊ ഡോക്ടർ എന്താ പറഞ്ഞത്? അസുഖമൊന്നും ഇല്ലാത്ത ആൾക്കാണെങ്കിൽ ഈ ശർക്കര കേങ്ങ് അടിപൊളി, എത്ര കിട്ടുന്ന അത്ര തട്ട. ആരോഗ്യകരമായ ഒരു ഗുണങ്ങളാണ് ഇതിൽ ലഭ്യമാകുന്നത്. ഷുഗറില്ലാത്ത ആളുകളെ അധികം ചക്കര കേക്ക് കഴിക്കാന്നാ പറഞ്ഞു ഡോക്ടർമാർ പറഞ്ഞതാണ്. ഇനി വേറൊരു കാര്യം പറഞ്ഞിട്ടെ, ഒരു 50 വർഷം മുമ്പൊക്കെ ഇപ്പോഴത്തെ തലമുറക്ക് അറിയില്ല. 50 വർഷം മുമ്പ് സ്കൂളിൽ പോയ 10 വിദ്യാർത്ഥികൾ എടുത്തു നോക്കിയാൽ 7 പേരും രാവിലത്തെ പലഹാരം ചായക്ക് എന്താണെന്നറിയോ? കൊള്ളിക്കിഴങ്ങ് അഥവാ കപ്പ ശർക്കര കിഴങ്ങ്. എന്താണ്? അന്നത്തെ കാലത്തൊക്കെ സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കമാണ്. അപ്പൊ അന്നൊക്കെ കഴിച്ചിരുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞ ഏജ് വെച്ചിട്ടുള്ള ആൾക്കാർ ചിന്തിച്ചാൽ മനസ്സിലാവും. ഇപ്പൊ കൊയിലാണ്ടിയില് ഞങ്ങളെ ജ്യേഷ്ഠന് ഇപ്പൊ പണ്ട് കാലത്ത് നോമ്പിന് തലയിൽ ചക്കരക്കേക്ക് ഒരു കൊള്ളിക്കേക്ക് ഇഷ്ട വെച്ചതും കട്ടൻ ചായ. അപ്പൊ ഗോപാലട്ടൻ തന്നെ ഒരു എണ്ണായി ചെന്നൈ കൊടുക്കും. അത് പഞ്ചക്കറിയും ചക്കരക്കേക്കും കൊള്ളിക്കേക്കും. അതാണ് നോമ്പിൽ കഴിച്ചത്. പിന്നെ എൻ്റെ കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകുമ്പോഴേ രാവിലെ എപ്പോഴും ഈ കപ്പ അല്ലെങ്കിൽ ശർക്കര കേങ്ങ്. ഞാൻ കരുതി എൻ്റെ വീട്ടിൽ മാത്രമാണ്. സ്നേഹിതന്മാരെ വീട്ടിൽ പോയക്കളൊക്കെ, ഏത് സ്നേഹിതന്റെ വീട്ടിൽ പോലെ അന്ന് ഇതാണ്. കാരണം സാമ്പത്തികമായിട്ട് അത്ര ഇല്ല. പക്ഷെ അന്ന് ആർക്കും ഗ്യാസ് ഇല്ല, വലക്കര മൂടില്ല, ഒന്നുമില്ല. മനസ്സിലായ? അന്ന് കുഴപ്പമില്ല. ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ശർക്കര കേങ്ങ് എത്ര കിട്ടുന്ന അത്ര തട്ടിക്കോന്ന്. ഷുഗർ ഇല്ലാത്തവരിട്ടാ, മറ്റ് ആരോഗ്യകരമായിട്ട് കുട്ടികളായാലും മുതിർന്നവരായാലും നല്ലതാണെന്നാ പറയുന്നത്. അപ്പോൾ ഇയാളെ കച്ചവടം നടക്കാൻ വേണ്ടി പറയല്ല, ആ വീഡിയോ അവിടെ ഉണ്ട്. അപ്പോൾ ആ ഡോക്ടർ സജീവമായിട്ടുള്ളതാണ്. അപ്പോൾ ഇനി എന്തെങ്കിലും കൂടുതലായിട്ട് പറയണ്ട. യൂട്യൂബിൽ അപ്ലോഡ് ആവുന്നത് പറഞ്ഞ പൊന്നാനിക്കാരോട് ഒന്ന് വണ്ടി ചവിട്ടെ 1 കിലോ കപ്പ. അപ്പൊ നിങ്ങൾക്കൊരു സഹായമായി. നമ്മളിതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അല്ലേ? അപ്പൊ ഇടക്കിടക്ക് പുട്ടിന് തേങ്ങ ഇടും പോലെ ഇടുന്നെന്താണ്, നിങ്ങൾക്കൊരു കച്ചവടം നടക്കട്ടെ അല്ലേ? അധികം ഇങ്ങനെ അലയാതെ ഒരു സ്ഥലത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ. അപ്പൊ കൂടുതലായിട്ടൊന്നും പറയണ്ട. അപ്പൊ ഒന്ന് എല്ലാ വീട്ടിലും കഴിക്കുന്നത്. വൈദ്യന്മാരും കൂടുതൽ ശർക്കര അതെ അതെ അതെ. അവർ ഇത് ഈ പറഞ്ഞ സത്യമാണ്. കച്ചവടം നടക്കാൻ വേണ്ടി പറഞ്ഞതല്ല. പിന്നെ ഒരു 50 വർഷം മുമ്പൊക്കെ ഈ കപ്പ രാവിലെ സ്കൂളിൽ പോകുമ്പോൾ കുട്ടികൾക്കൊക്കെ അതാണ്. അത് വലിയൊരു സംഭവമാണെന്ന്. പിന്നെ അതെ അതെ. പിന്നെ അതില്ല കളവ് പറയുന്നറിയെങ്കിൽ ഒരു കാര്യം കൂടി പറയേണ്ടി വരും. ഈ 50 വർഷം മുമ്പൊക്കെ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് അധികം കുട്ടികളും വരാറില്ല, അവിടെ തന്നെ നിൽക്കും.
ഉച്ചഭക്ഷണം പലരും പയറ് കഞ്ഞിയൊക്കെ അന്നുണ്ട് അല്ലേ? പലരെ വീട്ടിലും അടപ്പ് അന്ന് തീ പുകയൂല, അവിടെ പൂച്ച കയറി കിടക്കുന്നുണ്ടാവും. സാമ്പത്തികമായി ഉള്ളവർക്ക് ഉണ്ട്, അതല്ല. കൂടുതൽ ആൾക്കാരും വൈകുന്നേരം 4 മണിക്കാണ് ഭക്ഷണം ഉണ്ടാക്കി തുടങ്ങിയത്. അന്നത്തെ കാലത്ത് അതായിരുന്നു ഇല്ലേ? കൂടുതൽ ബീഡി തൊഴിലാളികൾ മറ്റുള്ള മേഖലകളിലൊക്കെ ഉള്ളവർ വൈകുന്നേരമാണ് ഭക്ഷണത്തിലുള്ള സാധനമൊക്കെ വാങ്ങിയിട്ട് അവർ ആ ഇന്ന് മാറി. ഇന്നത്തെ പിള്ളേരോട് പറഞ്ഞാലൊക്കെ പറയും അത് വെറുതെ പറയുന്ന പറയും. ആ അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഞാൻ റഹ്മാൻ പൊന്നാനി, എല്ലാവരും ലൈക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. ഓക്കെ, കച്ചവടമൊക്കെ നടക്കട്ടെ. മസ്സലാമ.